സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ നെറികെട്ട പ്രചാരണം നടത്തുന്നു എന്നും തന്റെ കുടുംബത്തെ പോലും വേട്ടയാടുന്നുവെന്നും ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA പ്രതികരിച്ചു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നും MLA അറിയിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് കുറ്റപ്പെടുത്തി. വളരെ മോശമായ ഒരു സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പൊ ടീച്ചർ നിലവിൽ ഓൾറെഡി അതിന് കേസ് നൽകിയിട്ടുണ്ട്. ടീച്ചർ നടത്തുന്ന ആ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു. അപ്പോ കോൺഗ്രസ് ചെന്നകപ്പെട്ട ജീർണതയെ മറയ്ക്കാൻ വേണ്ടി കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ഇത്തരത്തിൽ ഏത് നെറുകേടും കാണിക്കും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സംഘമാണ് CPMന്റെ ജനപ്രതിനിധികളെയും വനിതാ നേതാക്കന്മാരെയും അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തലയും വാലുമില്ലാത്ത ഒരു വിവരങ്ങൾ ഇന്നലെയും മറ്റുമായി പ്രചരിപ്പിച്ച് അതിൽ നിന്ന് ഇന്നൊരു രൂപത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ ആരോപണം തള്ളി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ മറ്റുള്ള ആളുകളോ പ്രചരിപ്പിച്ച ഒന്നല്ല. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക? CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്രയധികം മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്, അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ പേര് വെച്ചും പേര് വെക്കാതെയും ചിത്രങ്ങൾ നൽകിയും അത് നൽകാതെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അധിക്ഷേപം, അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM നേതാക്കൾ. അതിൽ എന്തെങ്കിലും നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇക്കാര്യത്തിലെ രാഷ്ട്രീയ പോരും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ടല്ലോ? വിജയകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചില സൂചനകൾ വ്യക്തമാക്കുന്ന രീതിയിലെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്നാണ് അതിൽ കൂടുതൽ പോസ്റ്റുകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ KN ഉണ്ണികൃഷ്ണനെയും KJ ഷൈനെയും ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റുകൾ, അവരുടെ പേര് പ്രത്യക്ഷത്തിൽ പറയാതെ എന്നാൽ അവരിലേക്ക് സൂചന നൽകുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിച്ചത്. ഇതോടെയാണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരണവുമായി KJ ഷൈൻ തന്നെ രംഗത്തെത്തിയത്. തന്റെ കുടുംബത്തെ പോലും വേട്ടയാടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പോസ്റ്റുകൾ പ്രചരിക്കുന്നു, തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു, തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അപമാനിക്കാൻ ശ്രമം നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ വാർത്ത വന്ന പത്രമടക്കം ഉള്ളവയ്ക്കെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായിരുന്നു അവരുടെ പോസ്റ്റ് വന്നത്. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത്. ഇത് കോൺഗ്രസ് ആണ് ഇത് ചെയ്യുന്നതെന്നും ഇതിന് പിന്തുണ നൽകുന്നതെന്നും CPIMന്റെ ജില്ലാ സെക്രട്ടറി ആരോപിക്കുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെ KN ഉണ്ണികൃഷ്ണൻ MLA തന്നെ ഫേസ്ബുക്കിലൂടെ തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. രാവിലെ തന്നെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് അത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ രണ്ട് രീതിയിലും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന വൈപ്പിൻ MLAയും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാനായിട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കണ്ടത്. കോൺഗ്രസിന് യാതൊരു ബന്ധവും ഇക്കാര്യത്തിലില്ല, കോൺഗ്രസ് പത്രത്തിലല്ല ഈ വാർത്ത വന്നിരിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാ കാലവും ഒളിച്ചു വെക്കാമെന്ന് CPM നേതാക്കൾ കരുതേണ്ട എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത് CPIMന്റെയും കോൺഗ്രസിന്റെയും സൈബർ അണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറിയിട്ടുണ്ട്. അതിനൊരു പക്ഷേ നാളെ KJ ഷൈൻ നേരിട്ട് മറുപടി നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയിരിക്കുന്ന പരാതിയിൽ നാളെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാർത്ത നൽകിയ പത്രവും ആദ്യം ഈ ആരോപണങ്ങൾ വന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകുമോ എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും തുടർചലനങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.